Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിലുള്ള പാവയ്ക്ക കിച്ചടി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ പലതരത്തിലുള്ള സദ്യ സ്റ്റൈൽ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പായസങ്ങളുടെ റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിലും സദ്യ സ്റ്റൈലുള്ള കറികളുടെ റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് പാവയ്ക്ക കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 ഗ്രാമാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ 2 ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു മീഡിയം തിക്നെസ്സിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നമുക്കിത് മുറിച്ചെടുക്കേണ്ടത്. ഒരുപാട് തിന്നായിട്ട് മുറിച്ചെടുക്കേണ്ട, ഒരുപാട് തിക്കായിട്ട് മുറിച്ചെടുത്താലും നന്നായിട്ട് വരില്ല. കാരണം നമുക്ക് ഈ പാവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡ്സിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, കുരു, അതൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷമാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിലാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കഴുകി ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു തിക്നെസ്സോട് കൂടിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും പാവയ്ക്ക കിച്ചടി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. കണ്ടില്ലേ, ഇതെല്ലാം ഞാനിനി കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒരുപാട് സമയം വെക്കരുത്. ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തോട്ട് വരും. ഇതുപോലെ മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് പാവയ്ക്ക് എടുക്കുമ്പോൾ ഏത് വെറൈറ്റി പാവയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ കുറച്ച് ഡാർക്ക് ഗ്രീൻ കളറോട് കൂടിയ പാവയ്ക്ക തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ ഫ്ലേവറൊക്കെ ഇതിന് കിട്ടുക കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാവയ്ക്ക് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പാവയ്ക്ക് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. വളരെ പെട്ടെന്ന് അതിനൊന്നും ഫ്രൈ ആയിട്ട് വരില്ല. അപ്പോൾ ആദ്യം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴായിരിക്കും ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുക കേട്ടോ. പിന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ അവസാനം ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമുക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെയായിരിക്കും ഈ പാവയ്ക്ക കിച്ചടി നല്ല ടേസ്റ്റി ആയിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. പല റെസിപ്പീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ലൈം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നാരങ്ങ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ ആ ഒരു ജ്യൂസ് മുഴുവനായിട്ട് പുറത്തോട്ട് വരാറില്ല. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് ആ നാരങ്ങ ഒന്ന് ഇടുക കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ എളുപ്പത്തിൽ നാരങ്ങ പിഴിഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പാവയ്ക്ക ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കിച്ചടിക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട നാളികേരമൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് തന്നെയായിരിക്കും കേട്ടോ. അതായത് നന്നായിട്ട് അരച്ചെടുക്കണം നാളികേരം ആ ഒരു രീതിയിൽ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. 2 3 ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. നാളികേരം നന്നായിട്ട് തന്നെ അരഞ്ഞു വരണം. അപ്പോൾ തൈര് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മിക്സ് ചെയ്യേണ്ടത് തൈരാണ്. കിച്ചടി എന്നൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കണം. ഇതും ചെറിയ പുളിയോട് കൂടി തൈരാണ് കേട്ടോ. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഒരു ഫോർക്കോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കട്ടകൾ ഉണ്ടാവരുത്, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഇലയിൽ വിളമ്പി കഴിഞ്ഞാൽ ഒലിച്ചു പോരുത്, ആ ഒരു രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിച്ചടി എന്ന് പറയുമ്പോൾ അതിൽ കടുക് പൊട്ടിക്കൽ അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ, വേറെ കുക്കിംഗ് ഒന്നും തന്നെ ഇല്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സദ്യയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 ഐറ്റംസാണ് കിച്ചടി ആണെന്നുണ്ടെങ്കിലും പച്ചടി ആണെന്നുണ്ടെങ്കിലും. ഈ ഒരു പാവയ്ക്ക കിച്ചടിയിൽ പാവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് പിന്നെയും കുറച്ച് സമയം എടുക്കുക, ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. പാവയ്ക്ക് നമുക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് തന്നെ വരണം, അപ്പോഴായിരിക്കും ഇത് കിച്ചടിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക. പിന്നെ പാവയ്ക്ക് നമ്മൾ വറുത്തെടുത്താലും അത് അപ്പം തന്നെ മുഴുവനായിട്ട് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കഴിക്കുന്നതിന് മുമ്പ്, അതായത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം പാവയ്ക്ക ഫ്രൈ ചെയ്തത് ആ ഒരു കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് മാറുക. ഇപ്പം ഈ പാവയ്ക്ക കണ്ടില്ലേ, 3/4 ഭാഗത്തിൽ കൂടുതൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം. പിന്നെ നമ്മൾ നാളികേരം അരച്ചെടുത്ത സമയത്തും പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നല്ലോ. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ പച്ചമുളക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുള്ള, മുളക് പൊടിയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ലേ സാധാരണ. ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം, അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്കോ ഇട്ട് കൊടുക്കുക. കണ്ടില്ല, ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു പാവയ്ക്ക ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കഴിക്കാം. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാവയ്ക്ക ഫ്രൈ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട കടുകൊക്കെ ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം അളവിൽ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ പിന്നെ ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് 2-3 എണ്ണം മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പോൾ പാവയ്ക്ക് ഞാൻ ഇതുവരെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം പാവയ്ക്ക് ഫ്രൈ ചെയ്ത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക് ഫ്രൈ ചെയ്തത് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ പകുതി പാവയ്ക്ക് മാത്രമാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് എല്ലാവരും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.